ഹലോ ഓൾ. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ഒരു ടോപ്പിക് ഉള്ളത് കപ്പാസിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. അപ്പോൾ കപ്പാസിറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പാസീവ് കമ്പോണൻറ്റ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, നമ്മൾക്ക് എന്താണ് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസീവ് കമ്പോണൻ്റ് ആണ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കണ്ടക്ടർ ദാറ്റ് ആർ സെപ്പറേറ്റഡ് ബൈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. അതായത് നിങ്ങൾ കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, മിക്കവാറും നമ്മളത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതായത് ഇവിടെ നിന്ന് രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇതിനിടയിലായിട്ട് ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഒപ്പോസസ് സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു പാസീവ് കമ്പോണൻ്റാണ് കപ്പാസിറ്റർ. അതുപോലെ തന്നെ ഇത് സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ കപ്പാസിറ്ററിന് നമ്മളൊരു സർക്യൂട്ടിൽ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇങ്ങനെ കറണ്ട് പോകുന്ന ഒരു സർക്യൂട്ട്, ഓക്കെ, അതിൽ ഞാനൊരു കപ്പാസിറ്റർ വെച്ചെന്ന് വെച്ചോ. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫ്ലോയെ ഒപ്പോസ് ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യും. ഈ കപ്പാസിറ്ററാണ് ഒപ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അത് നമ്മളിനി തുടർന്ന് അങ്ങോട്ടുള്ള ചാപ്റ്ററിൽ വരും. ബട്ട് അതിൻ്റെ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കൂടി കറണ്ട് പോവുകയാണ്, അതിൽ ആ ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്ററും ഉണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെയും ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ആ ഒപ്പോസ് ചെയ്യുന്നതിനെ, ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇതിൻ്റെ യൂണിറ്റും എന്താണ്, ഓം എന്ന് തന്നെയാണ്. നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, ഓം ആണ്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റും ഓം തന്നെയാണ്. ഇനി കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V, അതായത് ഇലക്ട്രിക് ചാർജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. അതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. അതും പിന്നെ ഇതിൻ്റെ യൂണിറ്റ് പറഞ്ഞിരിക്കുക ഫാരഡ്. അപ്പോൾ ഈ 1 ഫാരഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ്, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് കൂളോമാണ് പെർ വോൾട്ട്. ഓക്കെ, കൂളോം പെർ വോൾട്ട് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫാരഡ് എന്ന് പറയുന്നത്. സോ അതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് പറഞ്ഞിരിക്കും. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു കൂളോം പെർ വോൾട്ട്. പിന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പ്ലേറ്റ്സിനെ ഇങ്ങനെ പാരലൽ വയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയലും കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ε0 A/d എന്നാണ്. അതായത് ഈ ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് ആണ്. ഇതിനിടയിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അതിനിടയിലുള്ള ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവിടെ പ്രത്യേകിച്ച് മെറ്റീരിയൽ ഒന്നുമില്ല, ഫ്രീ സ്പേസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ സ്പേസ്, അപ്പോൾ ആ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി അതാണെന്ന് പറഞ്ഞാൽ ε0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ്. നമ്മൾ 2 പ്ലേറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഓരോ പ്ലേറ്റിൻ്റെയും ഏരിയ, ഓക്കെ, ഓരോ പ്ലേറ്റിൻ്റെയും ഏരിയ അതാണ് എ എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് അതാണ് ഡി എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആണ് ഡി. ഓക്കെ, ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആ പ്ലേറ്റ് കൂടുമ്പോൾ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും, ഇത് കൂടുകയാണെങ്കിൽ ഇത് കുറയും. അതേപോലെ തന്നെ ഏരിയ ഓഫ് പ്ലേറ്റ് കൂട്ടുമ്പോൾ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും, ഇത് കൂടും. കാരണം ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട ഇതാണ്, സി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് പ്ലേറ്റും സി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ, നമുക്ക് എങ്ങനെ കപ്പാസിറ്റൻസ് ഇൻക്രീസ്, കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞത് C=ε0 A/d. ഓക്കെ, കപ്പാസിറ്റൻസ് കൂടണമെന്നുണ്ടെങ്കിൽ ഡി എങ്ങനെയായിരിക്കണം, കുറയണം. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് കൂടണം ആണല്ലോ. അപ്പോൾ ഇത് റിലേറ്റഡ് എന്താണെന്ന് പറയുന്നത് ഡിക്രീസിങ് പ്ലേറ്റ് ഏരിയ. അത് കറക്റ്റ് അല്ലേ? ഡി കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ പ്ലേറ്റ് ഏരിയ എ എന്ന് പറഞ്ഞാൽ കൂടണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കപ്പാസിറ്റൻസ് കൂട്ടാൻ പറ്റുള്ളൂ. ഡിക്രീസ് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്, അതായത് ഡി കുറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് സി കൂടുമല്ലോ. അപ്പോൾ അത് കറക്റ്റ് ഓപ്ഷനാണ്, ഓപ്ഷൻ ബി. ഇനി വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഇൻ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലേറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ഇൻ ദ കപ്പാസിറ്റർ. അതായത് നമ്മൾ ഡിയുടെ വാല്യൂ കുറയ്ക്കുന്നു. ഡി എന്ന് പറയുന്നത് സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. അപ്പോൾ ഡിയുടെ വാല്യൂ കുറയുമ്പോൾ സിക്ക് എന്താ സമയം, സി കൂടും. സോ ഇറ്റ് ഇൻക്രീസസ്. ഓപ്ഷൻ സി. ഇനി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഒന്നും അല്ല, ഞാൻ കണ്ടതുകൊണ്ട് വെച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് അടിക്കാം. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ U=12 CV². സി എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് ആണ്, വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത്രേ ഉള്ളൂ. എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, U=12 CV².
ഇനി ഇഫ് നമ്മൾ കുറേ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ആ കപ്പാസിറ്റേഴ്സിനെ നമ്മളെല്ലാം എന്താണ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ കപ്പാസിറ്ററിൻ്റെയും വാല്യൂസ് C1 C2 C3 എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് C1 + C2 + C3 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി അതേസമയം ഈ കപ്പാസിറ്റേഴ്സ് ഞാൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ റിലേഷൻ എന്ന് 1 ടോട്ടൽ കപ്പാസിറ്റൻസ് = 1/C1 + 1/C2 + 1/C3. ഈ ഒരു റിലേഷൻ ആണെങ്കിൽ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം എന്തായാലും ചോദിക്കും. ഒന്ന് അപ്പോൾ ഇത് ഈ കപ്പാസിറ്റർ റിലേറ്റഡ് മെയിനായിട്ട് പഠിക്കേണ്ട കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാണ്. പിന്നെ കപ്പാസിറ്ററിൽ നമ്മൾ ഈ ആ ഒരു ഇക്വേഷൻ ε0 A/D എന്നുള്ള ഇക്വേഷനും അതേപോലെ തന്നെ Q/V എന്നുള്ള ഇക്വേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതാ ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലം ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കാം. 3 കപ്പാസിറ്റേഴ്സ് 25 മില്ലി ഫാരഡ്, 125, 150 ഇതെല്ലാം നമ്മൾ എന്താണ് പാരലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ കപ്പാസിറ്റൻസ് ഉണ്ട്. പാരലൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്? ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ കപ്പാസിറ്റൻസ് = C1 + C2 + C3. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 125 + 25 + 150 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 300 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്താണ് എ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ്, ഓക്കെ ഇവിടെ കുറച്ച് സൂമായിട്ട്, ഓക്കെ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആ 2 കപ്പാസിറ്ററിൻ്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ 10 മൈക്രോ ഫാരഡാണ്. ഈച്ച് ആർ കണക്റ്റഡ് അക്രോസ് 20 വോൾട്ട് സപ്ലൈയിലാണ് എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹൗ മച്ച് ചാർജ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സർക്യൂട്ട്? ഓക്കെ ഇവിടെ ഒരു പ്രശ്നം, ഒരു മിനിറ്റ്. ഓക്കെ അപ്പോൾ എന്താണ് ഒരു സർക്യൂട്ട് ഇവിടെ കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചാർജ് കണ്ടുപിടിക്കാനാണ്. ചാർജ് സ്റ്റോർഡ് ഇൻ ദ സർക്യൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചാർജ് കപ്പാസിറ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? C = Q/V എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. അതിൽ നിന്ന് Q ആണ് ചോദിച്ചിരിക്കുന്നത്. Q = C × V, അത്രയും നമുക്കറിയാം. ഇനി C കണ്ടുപിടിക്കണം. ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പാസിറ്റേഴ്സ് അതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ 10 തന്നെയാണ്. സോ നമ്മൾ എന്താണ് മൈക്രോ ഫാരഡാണ്. സോ 1/C = 1/C1 + 1/C2 എന്ന് എഴുതി അതിൽ നിന്നും C കണ്ടുപിടിക്കുക. അപ്പോൾ 5 മൈക്രോ ഫാരഡ് എന്ന് വരും. നമുക്ക് Q കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്ത് ചെയ്യണം? Q = ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് മൈക്രോ ഫാരഡാണ്. 20 എന്ന് പറഞ്ഞാൽ വോൾട്ടാണ് അല്ലേ? നമ്മുടെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 20 വോൾട്ടാണ്. സോ മൈക്രോ ഫാരഡ് ഇൻറ്റു വോൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൈക്രോ കൂളോമാണ് ആൻസർ കിട്ടുന്നത്. സോ 100 മൈക്രോ കൂളം. ചാടി കയറി ചിലപ്പോൾ ഓപ്ഷനിൽ 100 കൂളോമൊന്നും കാണും, അതൊന്നും കയറി കുത്തിയേക്കരുത്. 100 മൈക്രോ കൂളമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ്, ഇത് പ്രീവിയസ് ഒരു ചോദിച്ച ക്വസ്റ്റ്യനാണ് കണ്ടോ. അപ്പോൾ എന്താണ് യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫാരഡാണ്. ഇത് ഓപ്പോസിഷൻ ഓഫേർഡ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ബൈ എ കപ്പാസിറ്റർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നത് എന്താണ്? കപ്പാസിറ്ററാണ് ഒപ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഓപ്പോസിഷൻ ഓഫേർഡ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ബൈ എ കപ്പാസിറ്റർ ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇനി ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു തരുന്നത് ഓം. ഓക്കെ A capacitor of dash farad stores a large charge of 1 coulomb at 10 volts. അപ്പോൾ കപ്പാസിറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് = Q/V ആണ്. സോ Q എന്ന് പറഞ്ഞാൽ 1 കൂളോം എന്ന് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 10 ആണ്. സോ 0.1 എന്ന് ആൻസർ വരും. ഓക്കെ ഇനി കപ്പാസിറ്റൻസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ, ഓക്കെ നമ്മൾ കപ്പാസിറ്റൻസ് എന്താണ് അഫക്റ്റ് ചെയ്യാത്തതാണ്? പ്ലേറ്റ് ഏരിയ അഫക്റ്റ് ചെയ്യുമല്ലോ. നമ്മൾ C = ε0 A/V എന്നും പഠിച്ചു, അല്ലെങ്കിൽ Q/V എന്നുള്ള ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഏരിയ ഓഫ് പ്ലേറ്റിൻ്റെ ഏരിയ അഫക്റ്റ് ചെയ്യും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സിനെയും അഫക്റ്റ് ചെയ്യും, പിന്നെ ഡൈ ഇലക്ട്രിക് മെറ്റീരിയലിനെയും അഫക്റ്റ് ചെയ്യും. ഓക്കെ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഏതാണ്? അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ D. നെക്സ്റ്റ് നോക്കാം നമ്മൾ ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ തീരും കേട്ടോ. അപ്പോൾ ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ ഇല്ല. ഫസ്റ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ. അതായത് നമ്മൾ കപ്പാസിറ്റർ പറഞ്ഞ് 2 പാരലൽ പ്ലേറ്റിനിടയിൽ ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്തേക്കുന്ന സാധനമാണ് കപ്പാസിറ്റർ എന്ന് അല്ലേ. അപ്പോൾ ആ ഡൈ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിയറി പോർഷൻ പഠിക്കേണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട. ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെറാമിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സർക്യൂട്ടിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സെറാമിക് കപ്പാസിറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ഡയറക്ഷൻ ഇൻ ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സെറാമിക് കപ്പാസിറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റോറേജിനാണ് നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ജനറൽ സ്റ്റോറേജ്. യൂസ്ഡ് ഇൻ DC മോട്ടോർ ഫോർ റെഡ്യൂസിങ് RF നോയ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളത് പക്ഷേ വേറൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ. ബട്ട് അതിലോട്ട് നമുക്ക് വരാം.
എന്തായാലും RF നോയ്സിനെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് റേഡിയോ ഫ്രീക്വൻസി നോയ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ DC മോട്ടോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, സെറാമിക് കപ്പാസിറ്ററാണ്. ഇനി നമ്മളൊരു സെറാമിക് കപ്പാസിറ്റർ, നമ്മൾ കപ്പാസിറ്ററിന് സാധാരണ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്. സോ സെറാമിക് കപ്പാസിറ്ററിന് നമ്മളിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ ആർ യൂസ് ഇൻ RF കപ്ലിംഗ് സർക്യൂട്ട്? നമ്മളിപ്പോൾ പഠിച്ചതാണ് സെറാമിക് കപ്പാസിറ്ററാണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി കപ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ സെറാമിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? ഇല്ല. പകരം ഇതിനകത്തൊരു ടെൻഡാലം ഉണ്ട്, പവർ കപ്പാസിറ്റർ ഉണ്ട്, മോണോലിത്തിക് ഉണ്ട്. നമ്മളിനി അങ്ങോട്ട് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ എന്താണെന്ന് പഠിക്കും. ബാക്കി 3 ഓപ്ഷൻസ് നമ്മൾ പഠിക്കാത്തതാണ്. നിങ്ങളൊരു കാര്യം പറയാം, ഈ ഒരു ടൈപ്പ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററാണ് ടെൻഡാലം. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ പവർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. ബട്ട് മോണോലിത്തിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ സെറാമിക് കപ്പാസിറ്ററിന് തന്നെയാണ് അതിൻ്റെ ഒരു മറ്റൊരു ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് മോണോലിത്തിക് കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ RF കപ്ലിംഗ് സർക്യൂട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? മോണോലിത്തിക് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഇത് കാണാതെ തന്നെ പഠിക്കുക. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി കപ്ലിംഗ് സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ മോണോലിത്തിക് കപ്പാസിറ്ററാണ്. അപ്പോൾ മോണോലിത്തിക് കപ്പാസിറ്റർ എന്താണ്? ഒരു സെറാമിക് കപ്പാസിറ്ററിൻ്റെ ഒരു സ്പെസിഫിക് ടൈപ്പാണ്. ഇതിൻ്റെ മറ്റൊരു പേരും കൂടെ നോക്കി വയ്ക്കുക, മൾട്ടി ലെയർ സെറാമിക് കപ്പാസിറ്റർ. ഈ ഒരു പേരിലാണ് അത് കൂടുതൽ അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നമ്മളതിന് ഷോർട്ട് ഫോമിൽ MLCC എന്ന് അറിയപ്പെടാറുണ്ട്. ഓക്കെ, മൾട്ടി ലെയർ സെറാമിക് കപ്പാസിറ്റർ അല്ലെങ്കിൽ മോണോലിത്തിക് കപ്പാസിറ്റർ ഇതെന്ന് പറയുന്നത് സെറാമിക് കപ്പാസിറ്ററിൻ്റെ മറ്റൊരു സ്പെസിഫിക് ടൈപ്പാണ്. അതാണ് നമ്മൾ എന്താ RF കപ്ലിംഗ് സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിയാൽ ദ കപ്പാസിറ്റർ പ്രിഫേർഡ് ഫോർ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്. ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടിന് നമുക്ക് ഏത് ടൈപ്പ് കപ്പാസിറ്ററാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? അതെന്ന് പറഞ്ഞാൽ മൈക്ക കപ്പാസിറ്ററാണ്. ഏതാണ്? മൈക്ക കപ്പാസിറ്റർ. അത് നമ്മൾ ഇനി അങ്ങോട്ട് തിയറി പോർഷനൊന്നും പഠിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങ് ആഡ് ചെയ്തത്. ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്ക കപ്പാസിറ്ററാണ്. RF സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ മോണോലിത്തിക് കപ്പാസിറ്ററാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിലിം കപ്പാസിറ്റർ. ഫിലിം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പോളിമർ ഫിലിം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫിലിം അല്ലെങ്കിൽ ഫിലിം ഡൈ ഇലക്ട്രിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് ആണ്. എന്താണ്? ഇൻഎക്സ്പെൻസീവ് ആണ്. നമുക്ക് എന്താണ് ലിമിറ്റ്ലെസ് ഷെൽഫ് ലൈഫ്. അതിന് ഒരുപാട് കാലം അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫിലിം കപ്പാസിറ്ററിന് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഇനി യൂസ്ഡ് ആസ് എ സേഫ്റ്റി കപ്പാസിറ്റർ ആൻഡ് ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ഈ ഒരു ആപ്ലിക്കേഷൻ അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ കപ്പാസിറ്റർ പഠിക്കുമ്പോഴും അതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുള്ളത്. സോ അത് കറക്റ്റായിട്ട് പഠിക്കുക. എന്താണ്? ഫിലിം കപ്പാസിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്? ഒരു സേഫ്റ്റി കപ്പാസിറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പൊളാരിറ്റി ഉള്ള കപ്പാസിറ്ററിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. പൊളാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് ചാർജ്. അതായത് നമ്മൾ സാധാരണ ബാറ്ററിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ പ്ലസ് സൈനും ഇവിടെ നെഗറ്റീവ് സൈനും കൊടുക്കും അല്ലേ? അതെന്ന് പറഞ്ഞാൽ അതിന് പൊളാരിറ്റി ഉണ്ടെന്നാണ് അത്. അതേപോലെ നമ്മുടെ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനും എന്തുണ്ട്? പൊളാരിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ വരച്ചതിനകത്ത് പൊളാരിറ്റി കാണിച്ചായിരുന്നോ? ഇല്ല. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് എന്തുണ്ട്? പൊളാരിറ്റി ഉണ്ട്. ഇനി ഇതിലെന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് ആനോഡ് ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു മെറ്റാലിക് ആനോഡ് ഉണ്ട്, കോട്ടഡ് വിത്ത് ആൻ ഓക്സിഡൈസ്ഡ് ലെയർ യൂസ്ഡ് ആസ് ഡൈ ഇലക്ട്രിക്. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓക്സിഡൈസ്ഡ് ലെയർ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഡൈ ഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് വെൻ ദെയർ ഇസ് എ റിക്വയർമെൻറ്റ് ഫോർ ലാർജ് കപ്പാസിറ്റൻസ് വേണമെന്നുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും പഠിക്കേണ്ട, ഈ ഒരു ആപ്ലിക്കേഷൻ പഠിച്ചാലും മതി. അതായത് ഫിൽറ്ററിങ് ഡിവൈസസിൽ എന്തിനാണ്? റിപ്പിൾ വോൾട്ടേജ് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിൽറ്ററിങ് ഡിവൈസസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓഡിയോ ആംപ്ലിഫയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്പാസിറ്റർ ഹാസ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ലീക്കേജ് റെസിസ്റ്റൻസ് ഏറ്റവും കുറവുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലീക്കേജ് ഉള്ളത് എന്ന് പറഞ്ഞും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഏറ്റവും കൂടുതൽ ലീക്കേജ് ഉള്ള കപ്പാസിറ്റർ ഏത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ലീക്കേജ് റെസിസ്റ്റൻസ് ഉള്ള കപ്പാസിറ്റർ ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ജനറലി മോർ സ്റ്റേബിൾ ആൻഡ് ഹാസ് ബെറ്റർ പെർഫോമൻസ് ഇൻ സ്മോൾ സൈസസ്. അതായത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഒരു ടൈപ്പാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ടെൻഡാലോ എന്ന് എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ വരുന്നത്. അതായത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഒരു ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കണം, സ്മോൾ സൈസ് ആയിരിക്കണം. സ്മോൾ സൈസായിട്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ പെർഫോമൻസും മോർ സ്റ്റേബിളും ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ടെൻഡാലം കപ്പാസിറ്ററാണ്.
അടുത്ത് വരുന്ന പേപ്പർ കപ്പാസിറ്റർ. അപ്പോൾ പേപ്പർ കപ്പാസിറ്ററിൽ നമ്മുടെ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് പേപ്പറാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഫിക്സഡ് കപ്പാസിറ്റർ. അതായത് അതിൻ്റെ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട്, എന്തുമാത്രം എമൗണ്ട് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും അതെന്ന് പറയുന്നത് ഫിക്സഡാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒരു 50 കൂളോം നമുക്ക് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റർ, ഒരു പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുകയാണെങ്കിൽ അതിന് എത്ര 50 മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതലോ കുറവോ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സഡ് കപ്പാസിറ്ററാണ്. അത് നോക്കിക്കോളണേ. ഫിക്സഡ് കപ്പാസിറ്ററുണ്ട്, വേരിയബിൾ കപ്പാസിറ്ററുണ്ട്. അതിൽ ഫിക്സഡ് കപ്പാസിറ്ററിൻ്റെ എക്സാമ്പിളാണ് എന്ന് പറഞ്ഞാൽ പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ആ പേപ്പറാണ് അവിടുത്തെ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ യൂസ് അറിഞ്ഞിരിക്കാൻ നോയ്സ് ഫിൽറ്ററിങ്ങിനും കപ്ലിങ്ങിനും കപ്ലിംഗ് ആൻഡ് ഡീകപ്ലിംഗ് സിസ്റ്റത്തിലും നമ്മൾ പേപ്പർ കപ്പാസിറ്റർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ DC സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ പേപ്പർ കപ്പാസിറ്ററിനെ യൂസ് ചെയ്യും. സോ ദാറ്റ് AC സിഗ്നൽസ് ആർ പാസ്ഡ് ത്രൂ ഇറ്റ്. ഓക്കെ, AC സിഗ്നൽസ് പാസ് ചെയ്യണം അതിൽ കൂടെ. ഓക്കെ, AC സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് DC സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പേപ്പർ കപ്പാസിറ്റർ യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ വാട്ട് ഇൻഡിക്കേറ്റ്സ് എ ഷേപ്പ് ഓഫ് എ BH കർവ് ഓഫ് മെറ്റീരിയൽ. നമ്മുടെ BH കർവ്, അതായത് നമ്മുടെ ഹിസ്റ്റോറിസിസ് ലൂപ്പിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത്? BH കർവിൻ്റെ ഷേപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഇൻ പോളറൈസ്ഡ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഈസ് റിവേഴ്സ്ലി കണക്ട്. അതായത് നമ്മൾ പോളറൈസ്ഡ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അതിനെ ഞാൻ റിവേഴ്സ്ലി കണക്ട് ചെയ്താൽ, ഒരു സർക്യൂട്ടിൽ അതിനെ റിവേഴ്സായിട്ട് കണക്ട് ചെയ്താൽ എന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഡിറ്റോണേറ്റ് ഡ്യൂ ടു എക്സോർബിയൻ്റ് ടോറിഡിറ്റി. ഓക്കെ, അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അത് ഡെറ്റോണേറ്റായി പോവും. ഡ്യൂ ടു എക്സോർബിയൻ്റ് ടോറിഡിറ്റി കാരണം ഡെറ്റോണേറ്റായി പോവും. ഇനി ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ആർ ഫാരഡ് ആൻഡ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് എന്താണ്? നമ്മുടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ടിനെ നമ്മളെ കപ്പാസിറ്റർ ഒപ്പോസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ആ ഒപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഓംസ് ആണ്. വിച്ച് ദ ഫോളോയിങ് ഈസ് എ പോളറൈസ്ഡ് കപ്പാസിറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ? പേപ്പറല്ല, സോറി, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. അതൊന്നും അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതാണ്? നമ്മൾ പറഞ്ഞത് ടെൻഡാലം കപ്പാസിറ്റർ ആണ് പറഞ്ഞത്. ഓക്കെ, വാട്ട് ഡസ് എ കപ്പാസിറ്റർ സ്റ്റോർ? ഒരു കപ്പാസിറ്റർ എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്? അവിടെ ചാർജാണ് സ്റ്റോർ ചെയ്യുന്നത്. കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നതാണ് ചാർജ്. അതായത് Q/V എന്നല്ലേ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ? Q എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജാണ്. സോ ചാർജിനെയാണ് ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത്. കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു ഒബ്റ്റെയിൻ. നമ്മൾ കപ്പാസിറ്റേഴ്സിനെ പാരലി കണക്ട് ചെയ്താൽ കപ്പാസിറ്റൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഓപ്ഷൻ നോക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ പാരലി കണക്ട് ചെയ്ത് നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? C1 + C2 + C3 അല്ലേ? ഇനി പാരലല്ല സീരീസ് ആണെങ്കിലോ 1/C = 1/C1 + 1/C2 എന്നല്ലേ വരുന്നത്. സോ നമ്മുടെ ഈ ഒരു കേസിൽ, അതായത് നമ്മുടെ കപ്പാസിറ്റേഴ്സിനെ പാരലി കണക്ട് ചെയ്യുമ്പോൾ അവിടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും. എന്നാൽ നമ്മുടെ സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ കപ്പാസിറ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഹയർ കപ്പാസിറ്റൻസ് വാല്യൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് മൈക്ക കപ്പാസിറ്റേഴ്സ്? മൈക്ക കപ്പാസിറ്റേഴ്സിൻ്റെ 2 ടൈപ്പ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. സ്റ്റാക്ഡ് ഫോയിലും സിൽവേർഡ് മൈക്ക കപ്പാസിറ്റേഴ്സുമാണ് എന്ത് ചെയ്യുന്നത്? 2 ടൈപ്സ് ഓഫ് മൈക്ക കപ്പാസിറ്റേഴ്സ്. ഹൗ ഈസ് ആൻ ഇലക്ട്രിക് എലമെൻറ്റ് കപ്പാസിറ്റർ സ്പെസിഫൈഡ്? ഒരു ഇലക്ട്രിക് എലമെൻറ്റ് കപ്പാസിറ്ററിനെ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്? അഫ്കോഴ്സ് അതിനെന്തുണ്ട്? കപ്പാസിറ്റൻസ് നമ്മൾ പറയും അല്ലേ? അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് വരുന്ന 2 എണ്ണം ഉണ്ട്. വോൾട്ടേജും ഉണ്ട്, വോൾട്ടേജും ഉണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും? നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? C = Q/V എന്നാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ അത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കപ്പാസിറ്റൻസും വോൾട്ടേജും. അതിൻ്റെ കൂടെ ഈ ഇലക്ട്രിക് ചാർജിനെയും നമ്മൾ പറയാറുണ്ട് കേട്ടോ, ചാർജ്. അപ്പോൾ കപ്പാസിറ്റർ ഇസ് സ്പെസിഫൈഡ് ബൈ വോൾട്ടേജ്, കപ്പാസിറ്റൻസ് ആൻഡ് ചാർജ്. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ. എന്താണ് അഫക്റ്റ് ചെയ്യാത്തത്? ഇത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് ഫ്രീക്വൻസി അഫക്റ്റ് ചെയ്യുന്നില്ല. കണ്ടോ, ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ PSCക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ബട്ട് അത് എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ITI ട്രെയിനിങ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പ്രീവിയസ് ഇയർ നിങ്ങളുടെ സബ്ജക്റ്റുമായി റിലേറ്റഡ് ഏതൊക്കെ എക്സാംസ് നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. എസ്പെഷ്യലി നമ്മുടെ PSC എക്സാം ആയതുകൊണ്ട് PSCയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ മാഗ്നറ്റിസം എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ദി എൻഡ്. ഓക്കെ, താങ്ക് യു.